ഹായ് ഗൈസ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് അതായത് പറയാം നമ്മുടെ മുസാന്റെ പാർട്ട് 2 ആണ്. മുസാൻ എന്ന് നമ്മൾ കഴിഞ്ഞ വട്ടം മുസാന്റെ പവേഴ്സും മുസാൻ ആരാണെന്നോ മുസാൻ എങ്ങനത്തെ ക്യാരക്ടേഴ്സും ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് മുസാനെ പറ്റി ഒറിജിൻസ് ആണ് നമ്മൾ കാണാൻ. അതായത് പറഞ്ഞാൽ മുസാൻ കിബുത്സുജി. കിബുത്സുജി എന്ന് വെച്ചാൽ ദ കിങ് ഓഫ് പോപ്പ് എന്നാണ്. അതായത് ഞാൻ പറഞ്ഞാൽ ദ കിങ് ഓഫ് പോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മൈക്കിൾ ജാക്സൺ ആണ്. മൈക്കിൾ ജാക്സനെ പോലെ തന്നെ മുസാൻ കിങ് ഓഫ് പോപ്പ് ആണ്. റിയലി പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മുസാൻ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മൈക്കിൾ എന്നാണ് അതിൻ്റെ അർത്ഥം. മുസാൻ കിബുത്സുക്കി എന്ന് വെച്ചാൽ മൈക്കിൾ ജാക്സൺ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള മുസാൻ. ഇനി മുസാൻ്റെ ഒറിജിൻസ് നോക്കിയാലോ. അത് മുസാൻ പിറക്കുന്നു. മുസാനാണെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ മരിക്കുന്നു എന്നൊരു രോഗമുണ്ട്. അത് കാരണം അവൻ മരിച്ചു കളയും. പിറന്ന സമയത്ത് തന്നെ അവൻ്റെ അമ്മയുടെ വയറ്റിൽ തന്നെ അവന് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ആവുകയാണ്. പിറന്നതിന് ശേഷം മുസാൻ 20 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ പറയും. പിന്നെ വലുതായി വരുമ്പോൾ മുസാന്റെ അമ്മയും അച്ഛനൊക്കെ ഡോക്ടറെ വിളിക്കാം. ഡോക്ടർ വരികയാണ്. ആ ഡോക്ടറിനാണ് എൻ്റയർ ആനിമ തന്നെ തുടങ്ങുന്നത്. അങ്ങനെ ഡോക്ടർ വന്നു ശരിയാക്കുന്നു. ഡോക്ടർ ഭയങ്കര ഇതാവുന്നു. അവൻ്റെ ഡോക്ടറാണെങ്കിൽ അവന് വലിയ മരുന്നുകളൊക്കെ ഒരു ഇലയിൽ നിന്നൊക്കെ കൊടുക്കുന്നു. പക്ഷെ അവനാണ് ആ ഡോക്ടറിനെ പെട്ടെന്ന് കൊന്നു കളയുകയാണ്. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ ഇനി ജീവിക്കാൻ അവന് പവേഴ്സ് ഉണ്ടെന്ന്. പക്ഷെ റിയലി അതിന് ശേഷമാണ് പുള്ളിക്കാരന് മനസ്സിലാകുന്നത് അവൻ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ലൈറ്റ്നിങ് അവൻ്റെ ദേഹത്ത് കൊള്ളുമെന്ന്. അതിന് ശേഷം അവനാണെങ്കിൽ ലൈറ്റ് അതായത് സൺലൈറ്റ് കൊള്ളാൻ പറ്റത്തില്ലെന്ന്. അവൻ ലൈറ്റ് മാത്രമേ ഇറങ്ങുള്ളൂ. ലൈറ്റ് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് അവൻ യൊരീച്ചിനെ കാണുന്നത്. യൊരീച്ചി ആണെങ്കിൽ അവന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരുത്തെന്ന് വെച്ചാൽ അത് യൊരീച്ചി മാത്രമാണ്. യൊരീച്ചി ഭയങ്കര പവർഫുൾ ആയതുകൊണ്ട് യൊരീച്ചിൻ്റെ അടുത്ത് പോലും അവൻ പോകത്തില്ല. അവൻ അത്രയും പേടിയാണ് യൊരീച്ചിയെ. യൊരീച്ചിനെ അവൻ പേടിയൊന്നുമല്ല, അവന് ചെറിയ ഫിയർ ഉണ്ട് അവനെ കാണുമ്പോൾ. കാരണം അവൻ പെട്ടെന്ന് സ്പീഡായിട്ടിരിക്കുന്നതുകൊണ്ട് അവന് ചെറിയ പേടിയുണ്ട്. പക്ഷെ മുസാൻ ഭയങ്കര പവർഫുൾ അല്ലേ. യൊരീച്ചി ആണല്ലോ ബീർത്തിങ് സ്റ്റൈൽ ഇതൊക്കെ കണ്ടുപിടിച്ചത്. അങ്ങനെ ഭയങ്കര പവർഫുൾ ആയിട്ടുണ്ട്. യൊരീച്ചി ആണെങ്കിൽ ഭയങ്കര പവർഫുൾ അല്ലേ. അതുപോലെ മുസാൻ അവനെ കുറച്ച് പേടിയുണ്ട്. പിന്നെ ഇവനാണ് കിങ് ഓഫ് പോപ്പ് എന്ന് പറയുന്നവൻ. ഇവൻ ഭയങ്കര വലിയ ക്രിമിനലാണ്. വില്ലൻ ഓഫ് എൻ്റയർ ആനിമ എന്ന് പറയുന്നത്. ആൻഡ് കിബുത്സുക്കി എന്ന് വെച്ചാൽ കിങ് ഓഫ് പോപ്പ് എന്ന് പറയുന്നത്. അവൻ അത്ര മൈക്കിൾ ജാക്സൺ ആയതുകൊണ്ട് അവൻ ഭയങ്കര പവർഫുൾ ആണ്. എന്നിട്ട് അവൻ പറയുകയാണ് അവൻ ആരെ കൊന്നാലും അവൻ ഡീമനായി മാറത്തില്ല എല്ലാവരും. അതിനുശേഷം അവൻ പറയുകയാണ് അവൻ്റെ കൈ കൊണ്ട് തൊട്ടാൽ എല്ലാവരും ഡീമൺ ആകത്തില്ലേ കൊന്നാൽ. അപ്പോൾ അവൻ കുറച്ച് പേരെ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കി. അവരെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് ഓരോ ഡീമൺ സ്ലെയറിനെ തന്നെ ഇവനാണ് ഡീമൺ സ്ലെയറിനെ തന്നെ ഉണ്ടാക്കുന്നത്. പക്ഷേ യൊരീച്ചി അതിന് മുന്നിട്ടേ ഇതുപോലെ വലിയൊരു പവർഫുൾ ആണല്ലോ. യൊരീച്ചി ഡീമൻ അല്ലെങ്കിൽ യൊരീച്ചി വലിയൊരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളതാണ്. യൊരീച്ചി ഇവനല്ല ഉണ്ടാക്കിയത്, ബാക്കിയുള്ളവരെല്ലാവരും ഇവനാണ് ഉണ്ടാക്കിയത്. അതിന് ശേഷം ഇവൻ ഭയങ്കര പവർഫുൾ ആകുന്നു. പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നു. പിന്നെ അവൻ്റെ വഴി വന്നവരെല്ലാവരുടെയും അവൻ്റെ ബ്ലഡ് ഉള്ളവരെല്ലാവർക്കും വയ്യാതാകുന്നു. അതിൻ്റെ അർത്ഥം റിയലി മുസാൻ മരിച്ചാലേ അവരുടെ ബ്ലഡ് ശരിയായി അവർക്കിനി ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവനെ പോലെ 20 വയസ്സിൻ്റെ മരിക്കുന്ന രോഗം എല്ലാവർക്കും വരികയാണ്. മുസാൻ മരിച്ചാൽ അത് തീരും. അങ്ങനെയായിരുന്നു ഇത്. ഭയങ്കര പവർഫുൾ ആയിട്ടിരിക്കുന്ന മുസാൻ ഭയങ്കര പവർഫുൾ ആണല്ലോ. ആരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. യൊരീച്ചി കൊണ്ടല്ലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മുസാൻ, അത് ടാൻജിറോയുടെ ദേഹത്ത് യൊരീച്ചിയുടെ പവറൊക്കെ കയറുകയാണ്. ഗായ്സ്, ഇതാണ് മുസാൻ്റെ സ്റ്റോറി. മുസാൻ ഒരു ക്രിമിനൽ ആകുന്നു. മുസാനാണെങ്കിൽ വലിയൊരു വീണ്ടും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഭയങ്കര പവർഫുള്ളാണ്. അവന് ഒത്തിരി സത്യം പറഞ്ഞാൽ എല്ലാ ഡീമൺ സ്ലെയറിന് തന്നെ കിങ് ഇവനാണ്. യൊരീച്ചിക്ക് കിങ് ഇവനല്ല. യൊരീച്ചി ആണെങ്കിൽ ഇവൻ ഡീമൺ ആകുന്നതിന് മുന്നേ യൊരീച്ചി ഉള്ളതാണ്. അത്ര പവർഫുൾ ആണ്. 1000 വർഷങ്ങളായിട്ട് ഇവൻ ജീവിച്ചിരിക്കുകയാണ്. അതാണെന്ന് വെച്ചാൽ ടാൻജീറോ പിറക്കുന്നതിന് 1000 വർഷത്തിന് മുന്നേ നമ്മുടെ മുസാൻ ഭയങ്കര പവർഫുൾ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ യൊരീച്ചിക്ക് ഇവനല്ല കിങ്. യൊരീച്ചിക്ക് കിങ് ആരുമേ ഇല്ല. യൊരീച്ചിക്ക് കിങ് ആരുമില്ല. മറ്റൊരു ഡീമൺസിനൊക്കെ കിങ് ഇവനാണ്. യൊരീച്ചിക്ക് കിങ് ഇല്ല. ആരും കിങ് ഇല്ല.
യോരിച്ചി കാരണം അത്ര പവർഫുള്ളാണ് യോരിച്ചി ഇവരെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഇത് പാർട്ട് 2 പാർട്ട് 3 ഇനി ഇറങ്ങുന്നുണ്ട്. അതിൽ നമുക്ക് വേറെ എല്ലാ വീഡിയോസും കാണാം ഗൈസ്. പാർട്ട് 3യിൽ മുസാനെ പറ്റി ഞാൻ ഇടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. സബ്സ്ക്രൈബ് നൗ.